മിക്ക വീട്ടുകാർക്കുള്ളൊരു സംശയമാണ് ഗേറ്റിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വെള്ളം കയറുന്നത്, അതെങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോളി. ഗേറ്റ് അടിച്ച് ഫിറ്റാക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. നമ്മൾ ഗേറ്റ് അടിക്കുന്നതും അതുപോലെ ഫിറ്റാക്കുന്നതൊക്കെ ഉള്ള വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 14.5 ഗേറ്റാണ്, അതായത് 14 അടി വീതിയും 5 അടി ഹൈറ്റും ഉള്ളൊരു ഗേറ്റാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് ഫ്രെയിമിന് വേണ്ടിയിട്ട് 3:1.5 പൈപ്പ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡിസൈൻ വരുന്നത് വിലങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ 3:1 പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ചെറിയൊരു സ്ക്വയർ പോലെ, അതായത് ഇത്രയും ലോങ്ങിൽ 14 അടിക്ക് നമ്മൾ ഈ 3:1 പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൊലയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 2 പൈപ്പ് നടുക്ക് കുത്തക്കും ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ പൈപ്പ് കറക്റ്റായിട്ട് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ജോയിൻറ്റ് വരുന്നുണ്ട്. കാരണം 14 അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 അടി ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ജോയിൻ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗേറ്റൊക്കെ ഫിറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ജോയിൻറ്റ് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു പേപ്പർ വീലും കൂടി ഇട്ടിട്ട്, അതായത് എസ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ആ വീലോട് ചെയ്യൽ, ആ വീലും കൂടി ഇട്ടിട്ട് നല്ലോണം ഫിനിഷാക്കി ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പരിപാടി നമ്മൾ മുമ്പേ പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചില വീട്ടിൽ നമ്മളെ വർക്കിന് വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചില വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ചില പൈപ്പൊക്കെ നല്ലോണം ദ്രവിച്ചിട്ടുണ്ടാവും. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അതിനുള്ളിൽ എപ്പം വെള്ളം നിൽക്കുന്നുണ്ടാവും. കാരണം മുമ്പത്തെ ഗേറ്റൊക്കെ ഇരുമ്പിലൊക്കെ അടിക്കുന്നത്, അതായത് ആംഗ്ലർ, സ്ക്വയർ കമ്പി, ആ രീതിയിലാണ് അടിക്കൽ. ഇപ്പോൾ സ്ക്വയർ പൈപ്പിലേക്ക് മാറി. അപ്പം എന്ന് പറഞ്ഞാൽ ഉള്ളു പൊള്ളായിരിക്കും. അപ്പോൾ വെള്ളം നമ്മളിപ്പോൾ ഫുൾ വെൽഡിങ് അടിക്കുന്നുണ്ട്, അതിന് പുറമെ മെറ്റൽ പേസ്റ്റ് അല്ലെങ്കിൽ ചോക്കിപ്പൊടി അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൈമർ അടിക്കുന്നുണ്ട്, എപ്പോക്സി, അതിന് പുറമെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് വെള്ളം മേലിലേക്ക് കൂടി ഉള്ളിലേക്ക്, പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. ചിലപ്പോൾ താഴത്ത് ആ ഗ്യാപ്പ് ഉണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് ആ വെള്ളം ഒഴുകിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ അടിഭാഗത്തായിട്ട്, അതായത് ഈ 3 സൈഡായിട്ട് നമ്മൾ എന്താക്കുക, ഒന്ന് സെൻട്രലിൽ 2 സൈഡുമായിട്ട് ഓരോ ഹോൾ കൊടുക്കുക. അങ്ങനെ കൊടുത്താലുള്ള ഉപകാരം പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കാനുള്ള ചാൻസ് തീരെയില്ല. ഇനി അഥവാ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് നല്ല ചൂടടിക്കുമ്പോൾ അതങ്ങ് വറ്റിപ്പോവുകയും ചെയ്യും. ഗേറ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ കാര്യം ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി അഥവാ പണിക്കാർ ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞോ. കാരണം നിങ്ങളെ വീടാണ്, ഗേറ്റിൻ്റെ അടിഭാഗത്തൊക്കെ ദ്രവിച്ചിട്ട് രണ്ടാമത് പണിയെടുക്കുമ്പോൾ കൈമെന്ന് കാശിങ്ങനെ ചിലവായിക്കൊണ്ടേ നിൽക്കും. അതുപോലെ ചില വീട്ടുകാർക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ 2-3 ആളെടുത്ത് അന്വേഷിച്ച് എവിടെയാണ് ഏറ്റവും കുറവ് അവിടെ പോയിട്ട് കാശ് കൊടുത്തിട്ട് പണി തുടങ്ങിക്കുമെന്ന് പറയൽ. എൻ്റെ അറിവിൽ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു പരിപാടി, ഗേറ്റിൻ്റെ ഫ്രെയിം മാത്രമായിരിക്കും 16 ഗേജ് പൈപ്പ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ 18 ഗേജ് ആയിരിക്കും. അപ്പോൾ പൈസ കുറയുന്നതിന് കണക്കായിട്ട് പൈപ്പിൻ്റെ തിക്നെസ്സും അവർ ഏത് പണിക്കാരനായാലും കുറച്ച് കൊണ്ടുവരും.